വെല്ലുവിളികളാണ് നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുന്നത്? ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. നിലവിൽ ഞങ്ങൾക്ക് ഏതാണ്ട് 10 താഴെ പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും മാത്രമാണ് ഭരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പ്രധാന പ്രതിപക്ഷം. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് ഇത്തവണ കൂടുതൽ പഞ്ചായത്തുകളുടെ ഭരണം BJP നേടും. അതേപോലെ നിരവധി മുനിസിപ്പാലിറ്റികളിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിലും BJP NDA അധികാരത്തിൽ വരും. അതോടൊപ്പം നിലവിൽ ഞങ്ങൾക്ക് ആകെ കേരളത്തിൽ ജയിക്കാൻ സാധിച്ചത് 1600-1700 വാർഡുകളിൽ മാത്രം. പക്ഷെ ഇത്തവണ അതായിരിക്കില്ല സംഭവിക്കുന്നത്. ഗണ്യമായ സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കാലികമായ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് BJP NDA അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. കാരണം വികസിത ഭാരതം എന്നുള്ള സങ്കല്പം നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷക്കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട്. വികസനം, അതുപോലെ ജനക്ഷേമം, ഇതിലധിഷ്ഠിതമായിരുന്നു മോദിജിയുടെ ഭരണം. അത് വികസിത ഭാരതത്തോടൊപ്പം തന്നെ വികസിത കേരളം അത് സൃഷ്ടിക്കണം എന്നുള്ള വലിയ ആഗ്രഹം സാധാരണക്കാരിലും യുവാക്കന്മാരിലും എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. CPM-നെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും 68 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഈ 2 പാർട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 പാർട്ടികളുമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം. കേരളത്തിലെ മലയാളികളും ഈ 2 പാർട്ടികളെയും ഉപേക്ഷിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരിക്കും ആസന്നമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടിക കൃത്രിമത്തിലും അവരെന്ത് ചെയ്താലും CPM രക്ഷപ്പെടില്ല, കോൺഗ്രസും രക്ഷപ്പെടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അത്ഭുതകരമായ വിജയം ഉണ്ടാവും. ഇതിന്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026-ലും ഉണ്ടാകും. അതിനനുസൃതമായിട്ട് സംഘടനാ തലത്തിൽ രാഷ്ട്രീയമായിട്ടും ഞങ്ങൾ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ഞങ്ങളുടെ വികസിത കേരള ടീം നിലവിൽ വന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, രാഷ്ട്രീയമായ പ്രവർത്തനം, സംഘടനാപരമായ പ്രവർത്തനം, വോട്ടർ പട്ടിക പേര് ചേർക്കുന്ന പ്രവർത്തനം, ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിൽ ശുഭപ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള പാവങ്ങൾക്കുള്ള സൗജന്യമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അതേസമയത്ത് അത് അതിന്റെ പണം വാങ്ങുന്നുണ്ട്. ആ പണം വാങ്ങിയിട്ട് പേര് മാറ്റിയിട്ട് ലൈഫിന്റെ പേരിലാണ് നടപ്പാക്കുന്നത്. സ്വന്തമായിട്ട് ഒരു പദ്ധതി നടപ്പാക്കാൻ ഈ പിണറായി വിജയൻ സർക്കാരുകൾ കാശില്ല. കേന്ദ്ര പദ്ധതി അത് പേര് മാറ്റി ചില നടപ്പാക്കുന്നു. ഇനി പണമില്ലാത്തത് കൊണ്ട് പല പദ്ധതികളും നടപ്പാക്കുന്നുമില്ല. ഉദാഹരണത്തിന് ജൽജീവൻ മിഷൻ എല്ലാ പാവപ്പെട്ടവർക്കും വീട്ടുമുറ്റത്ത് പൈപ്പ് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ്. പൈസയില്ല, ഇവിടെ നടപ്പാക്കുന്നില്ല. കേന്ദ്രത്തിന്റെ പണം കൊടുത്തു, അത് 40% പണം കൊടുക്കേണ്ടത് സംസ്ഥാനമാണ്, ആ പദ്ധതി നടപ്പാക്കുന്നില്ല. പിന്നെ മാത്രമല്ല അതുപോലെ നിരവധി വികസന പദ്ധതികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ സാമ്പത്തിക കെടുകാര്യസ്ഥയിൽ തകർച്ചയും കൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്നില്ല. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ പ്രകടമായിരുന്നു. തൃശ്ശൂർ പേരൂരിൽ സുരേഷ് ഗോപി 75,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആറ്റിങ്ങലും തിരുവനന്തപുരത്തും കപ്പിനും ചുണ്ടിനുമിടയിലാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയാതെ പോയത്. ഏതാണ്ട് 20%-ലധികം വോട്ട് BJP NDA നേടിയിട്ടുണ്ട്. 35 നിയമസഭാ മണ്ഡലങ്ങളിൽ 30,000-ഓളം കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട്. 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് അത്ര തന്നെ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്, NDA 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ജയിക്കില്ല എന്നതായിരുന്നു BJPയെ കുറിച്ച് പറഞ്ഞത്. ജയിച്ചു ലോക്സഭ. ഇനി പിന്നെ പറഞ്ഞിരുന്നത് BJPക്ക് സവർണ വോട്ട് മാത്രമേ ലഭിക്കുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി സവർണനും അവർണനും മുന്നോക്കവും പിന്നോക്കവും എല്ലാവരും BJPക്ക് വോട്ട് ചെയ്തു. പിന്നെ പറഞ്ഞു ഭൂരിപക്ഷ സമുദായം മാത്രമേ വോട്ട് ചെയ്യൂ, ന്യൂനപക്ഷം വോട്ട് ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഭൂരിപക്ഷം വോട്ട് ചെയ്തു, ന്യൂനപക്ഷം വോട്ട് ചെയ്തു. അതുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. അതുകൊണ്ട് താമരയിൽ വോട്ട് ചെയ്യാൻ BJPയെ വിജയിപ്പിക്കാൻ മലയാളികൾക്ക് മടിയില്ല. മാത്രമല്ല നരേന്ദ്രമോദിയെ ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ ജനങ്ങളും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ്, ഒരു റിസൾട്ടാണ് 2024 വന്നത്. അത് കുറച്ചുകൂടി
അത് ആ ഒരു പുതിയ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ വികസനത്തെയും ജനക്ഷേമത്തെയും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ശക്തമായിട്ട് വ്യാപകമായിട്ട് മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതായിരിക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത്.